എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ശ്രവിക്കാം. ഗലാത്യൻസ് 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിയമപരമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ കേന്ദ്രീകൃതത്വം പുനഃസ്ഥാപിക്കുന്നതിനുമായി പൗലോസ് ഗലാത്യർക്ക് എഴുതിയ കത്തിൻ്റെ ഭാഗമാണ് ഈ വാക്യം. ഈ അധ്യായങ്ങളിൽ സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിയമത്തിൻ്റെ പങ്കിനെക്കുറിച്ചും ആത്മാവിനാൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൗലോസ് ചർച്ച ചെയ്യുന്നു. മനുഷ്യരുടെ ജഡത്തിലല്ല പൗലോസിൻ്റെ പ്രശംസയുടെ അടിസ്ഥാനം, പ്രത്യുത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലാണ്. പൗലോസിന് ലോകവും ലോകത്തിന് പൗലോസും മരിച്ചു. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ലോകം അവനോട് വിടവാങ്ങൽ ചൊല്ലും. അവൻ ലോകത്തോടും ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവൻ കവർച്ച ചെയ്യപ്പെട്ടു. കാരണം അവൻ ഇനിമേലിൽ അതിൻ്റെ താൽക്കാലിക സുഖഭോഗങ്ങളിൽ താൽപ്പര്യവാനല്ല. അവനോടുള്ള ആകർഷണം ലോകത്തിന് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ സമ്പൂർണമായി സംതൃപ്തിപ്പെടുത്തുന്ന ഒരുവനെ അവൻ കണ്ടെത്തി. അതുകൊണ്ട് അവനെ നിയന്ത്രിപ്പാനോ സന്തോഷിപ്പിക്കുവാനോ ലോകത്തിന് കഴിയുകയില്ല. കാരണം ലോകത്തിൻ്റെ ശക്തി കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ലോകവും ദൈവ പൈതലും തമ്മിലുള്ള ഒരു വലിയ അതിർവരമ്പാണ്, അഥവാ വിഭജന രേഖയാണ് കുരിശ്. പൗലോസിനെ പോലെ നമ്മുടെ അഹങ്കാരത്തെ നമ്മുടെ നേട്ടങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ ത്യാഗത്തിലേക്ക് നയിക്കണം. ഇത് നമ്മുടെ സ്വത്വത്തെ ലൗകിക വിജയത്തേക്കാൾ വിശ്വാസത്തിൽ വേരൂന്നിയിരിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റത്തെ സ്വീകരിക്കുക. സുവിശേഷത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായി പൊരുത്തപ്പെടാത്ത മുൻഗണനകളും മൂല്യങ്ങളും ബന്ധങ്ങളും നാം ഉപേക്ഷിക്കണം. ഇത് നമ്മുടെ നന്മയും യോഗ്യതയുമല്ല, ദൈവകൃപയുടെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് വിനയം വളർത്തിയെടുക്കുക. ഇത് വിശ്വാസികളുടെ ഇടയിൽ വിനയത്തിൻ്റെയും പരസ്പര പിന്തുണയുടെയും ഒരു സമൂഹത്തെ വളർത്തുന്നു. സ്നേഹപിതാവേ, ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ അഗാധമായ സത്യത്തിൽ നങ്കുരമിട്ടിരിക്കുന്ന ഞങ്ങളുടെ വിശ്വാസയാത്രയിൽ ശക്തിയും പ്രോത്സാഹനവും കണ്ടെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.